ഇന്ന് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടെ പുട്ടായിരുന്നു കേട്ടോ, റവ പുട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ പാലും കൂടെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ചെറു ചൂടോടുകൂടി കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പുട്ടും പഴവും കൂടെ കൂട്ടി ഏട്ടനെ അങ്ങ് വിട്ടു കേട്ടോ. ഏട്ടനെ വിട്ടതിന് ശേഷം ഞാൻ നേരെ ഇപ്പോൾ അടുക്കളയിൽ പോയി. ഇന്നലെ വൈകിട്ട് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അയിലായിരുന്നു. അതമ്മ വെട്ടിക്കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, കുറച്ച് വെള്ളം ചേർത്തങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഓടിപ്പോയി പയറങ്ങ് കഴിഞ്ഞു, എല്ലാം ശരവടേന്ന് അങ്ങ് ചെയ്യണം. പയർ തോരൻ അങ്ങ് വെച്ചു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയില്ല ഇവിടെ, അമ്മ അമ്പലത്തിൽ പോയേക്കണം, അമ്മ അച്ഛനും കൂടെ. ഏട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാനും വരും, അതുകൊണ്ട് തന്നെ ശരവടേന്ന് എല്ലാം ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം വഴറ്റി പൊടികളെല്ലാം ചേർത്ത് തക്കാളിയും കൂടെ ചേർത്താണ് കേട്ടോ വഴറ്റുന്നത്. പൊടിയുടെ പച്ചമണം മാറുന്നത് നന്നായിട്ട് ഇളക്കുക. അതുപോലെ തന്നെ ഈ പൊടിയുടെ ചൂടുണ്ടല്ലോ, ചൂട് കുറഞ്ഞിട്ട് വേണം, ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ട് മിക്സർ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ വടക്കംപുളിയും ഉപ്പും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് അങ്ങ് അടച്ച് വെക്കുക. തിളച്ച് വരുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വാരിയിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇടാൻ മറക്കില്ല കേട്ടോ, കറിവേപ്പില ഇല്ലായിരുന്നു. അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അമ്മ വന്നു കേട്ടോ. നീ ഹോമിയോയിൽ പോയിക്കോ, കടുകൊക്കെ ഞാൻ വറുത്ത് വെച്ചോളാം അമ്മ പറഞ്ഞു. ഏട്ടൻ വന്നില്ല കേട്ടോ, ഞാൻ അച്ഛൻ്റെ കൂടാണ് പോയത്. കണ്ണും മൂക്കും കാതും ഒക്കെ എഴുതി ഒരുങ്ങി കെട്ടി പെട്ടെന്ന് ഹോമിയോയിലോട്ട് വിട്ടു കേട്ടോ. ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല, ഒരു ചായയിൽ മാത്രമാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ഒരു കാബജി മേടിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാബജിക്ക്. പൊന്നമ്മയ്ക്ക് ചെറിയൊരു അലർജിയുടെ പ്രശ്നം കേട്ടോ. അലർജിയുടെ പ്രശ്നമൊക്കെ ഞാൻ ഹോമിയോയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ എല്ലാ കറികളും സെറ്റ്